കൈകാലി കഴപ്പ്, കൈമുട്ടുവേദന, കാലുമുട്ടുവേദന, സന്ധികൾക്കുണ്ടാകുന്ന വേദന, എല്ലാ വേദനകൾക്കും വളരെ നല്ലതാണ്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം. നടു ഉളുക്കി കിടക്കുന്നവരെ, കാലൊടിഞ്ഞു കിടക്കുന്നവരെ, കൈകൾ തളർന്നവരെ പുത്തരിക്കണ്ട മൈതാനത്ത് കൊണ്ടുപോയി നിങ്ങളെ ഓടിക്കാൻ ഞാൻ പറയുന്നില്ല. 2 തുള്ളി തേച്ചു പിടിപ്പിച്ചാൽ വേദനയ്ക്ക് വളരെ ആശ്വാസം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ, വേഗം കടന്നു വരൂ. വേദനയുള്ള യുവതി യുവാക്കളെ കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ആവി പിടിക്കണ്ട, ചൂട് പിടിക്കണ്ട, കയ്യിലെ ചൂട് മാത്രം മതിയാകും. വേദനയ്ക്ക് വളരെ നല്ലതാണ്. വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം. എന്റെ തൈലം 2 തുള്ളി തേച്ചു പിടിപ്പിച്ചാൽ എല്ലാവിധ വേദനയും മാറും. വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം. ഇന്നത്തെ കൊരണ്ണ ഒത്ത്. വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം. മോളെ, അമ്മ ഇപ്പൊ വരാൻ കേട്ടോ. മോള് മാമന്റെ കൂടെ തന്നെ നിക്കണേ. സാജ, ഒന്ന് നോക്കിക്കൊണ്ടേടാ. അതെന്നോട് പ്രത്യേകിച്ച് പറയണോ? മോള് മാമന്റെ കൂടെ നിന്നോളൂ അല്ലേ മോളെ? വിഷമിക്കണ്ട, നിങ്ങളെ കൊണ്ടുപോകും. എല്ലാ അവന്മാർക്കും കിളുന്നിനെ മതി. ആ ഒരു പൊട്ടവൾ ഇവിടെ നിന്നാ നമ്മുടെ വെള്ളം കൂടി വിട്ടു. എവിടുത്തെ വരുന്നുണ്ട്. റൂമുണ്ട്. വേറെ ആളുണ്ടായിരുന്നല്ല. അത് മുഴുവൻ പുഴുക്കുത്താന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ? 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. വേദന സംഹാരി തൈലം. ചില പകൽമാന്യന്മാർക്ക് ഞാനിന്നൊരു കാഴ്ച വസ്തുവാണെന്ന് എനിക്കറിയാം. എന്റെ ദേഹത്ത് വീഴുന്ന അവരുടെ കണ്ണുകളെ മൂടിക്കെട്ടാൻ എനിക്കാവില്ലല്ലോ. ഒരുപക്ഷെ അവരിൽ ആരെങ്കിലും ആകും ഇന്നെന്റെ കുഞ്ഞിന്റെ വിശപ്പടക്കാനുള്ള വക നൽകുന്നത്. ചേട്ടാ, എന്റെ കാശില്ലപ്പി. ഓ, അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോടേ. അവന്റെ ഒരു സൈക്കിള്. നല്ല പൂതാ. ഏതാ പിച്ചി വേണമല്ലോണോ? പിച്ചി വേണമല്ലോണോ? നല്ലുണ്ട്. ഇന്ന് വന്നത് കൊള്ളാവോ? പിന്നെ ഒരു മുഴം എന്താ? എത്രയാ? മുഴത്തിന് 5. 5? ഒരു മുഴം. ശരി. ഈ പൂവിനാ? അത് 2 രൂപ. രണ്ടും കൂടെ എത്ര? 7. തട്ടാതെ നിന്നൂടെ? ചുമ്മാ ഒരു മുഴം പൂവോട് ഒന്ന് താഴെ പെട്ടെന്ന് എടുക്കണം സാറേ. നിൽക്കും സാറേ. കൊച്ചു കള്ളൻ. എത്ര? 10 ഉള്ളു സാറേ. വെറും 10 സാറേ. എന്നാ ബാക്കി അണ്ണ, റൂമുണ്ട്. പൊടി പൊടി. ചേട്ടോ, ഹലോ. ശരി ശരി. ഹലോ. പോവാമോ? വാ. എങ്ങനാ? കാശൊക്കെ ഉണ്ടോ? ഏയ് തരാടി. എന്നാവാ? ചിരിച്ചും സുറ പറഞ്ഞും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് കടന്നു പോകുമ്പോ എന്റെ ഉള്ളിലെ വേദന ആരറിയാൻ? എന്റെ സങ്കടങ്ങൾ ഏത് ദൈവത്തോട് പങ്കുവയ്ക്കാൻ? ഒരു ദൈവവും കൂട്ടില്ലാത്ത എന്റെ കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാൻ
എനിക്കിനിയും ഇങ്ങനെ ജീവിച്ചേ പറ്റൂ. ആരുടെയെങ്കിലും പോക്കറ്റിലെ കാശിന് വേണ്ടി വെറും ഒരു വികാര വസ്തുവായി, വെറും ശരീരം മാത്രമായിട്ട്. എന്റെ ഉള്ളിലെ പെണ്ണ് എന്നേ മരിച്ചു കഴിഞ്ഞു. ഞാനിന്ന് ആണുങ്ങളെ വശീകരിക്കാൻ അമ്മ പറയാറുള്ള അച്ഛനേറെ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരം വിൽക്കുന്ന വെറൊരു എത്രയാ? 200. കുറയ്ക്കണം. എത്ര കുറയ്ക്കും? റൂമുണ്ടോ? എന്നാ 100. 50 എന്നെ വളരെ കൂടുതലാണ്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ശരി, റേറ്റ് ഉറപ്പല്ലേ? വേഗം വിട്ടേക്കണം. എന്നാ കാർ എടുത്ത് വരാം. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ. പെട്ടെന്ന് വരണേ. ചില മാന്യന്മാരിങ്ങനെയാ, വെറുതെ സംസാരിക്കും. അവരെയും പ്രതീക്ഷിച്ച് മണിക്കൂറുകളോളം നിൽക്കേണ്ടിയും വരും. ചിലപ്പോൾ കാത്തിരിപ്പ് ദിവസങ്ങളോളം തുടരും. നിന്ന് മടുക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോയാലോ എന്ന്. പക്ഷേ എൻ്റെ പൊന്നിൻ്റെ വിശക്കുന്ന മുഖം കാണുമ്പോൾ വീണ്ടും വെറുതെയെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാൻ തോന്നും. വെറും 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. ആർക്കും വാങ്ങാം, ആർക്കും വായിക്കാം. ഇന്നും ആരെയും കിട്ടിയില്ലല്ലേ? ശോ, അതെ, ഇന്നത്തേക്ക് ഞാൻ മതിയോ? ആരായാലും എനിക്കൊരുപോലെ കാശ് കിട്ടിയാ മതി. കാശോ? ചേച്ചി, ഇതൊക്കെ ഒരു സഹകരണമല്ലേ? സഹകരണം കൊണ്ടേ അടുപ്പത്ത് തീ കത്തില്ല. അതുകൊണ്ട് മോൻ പോയിക്കോ. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. 2222 ചോദ്യങ്ങളും അവയ്ക്കുള്ള ചോട്ടാ മറുപടികളും. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, കാശ് കുറച്ച് 10 രൂപ മാത്രം, 10 രൂപ മാത്രം. അപ്പൂപ്പാ, 2222 ചോദ്യങ്ങളും അതിനുള്ള സൂപ്പർ മറുപടികളും. 10 രൂപ മാത്രം മേടിച്ചോ, നല്ല ബുക്കാണ്. എന്തിന് വായിക്കാം. വേണ്ടേ? പുസ്തകമൊക്കെ ഇന്ന് ആർക്ക് വേണം? അപ്പാപ്പന് പറ്റിയതാ. ഷക്കീല ചേച്ചിയുടെ കിടിലൻ ലേറ്റസ്റ്റ് കാലം കഴിഞ്ഞില്ലേ, അവളെയൊന്നും ആർക്കും വേണ്ട. അപ്പാപ്പ, 6ാം ക്ലാസ്സിൽ ഒരു കൊച്ചിന്റെ ഉണ്ട്. എട്, എട്. കൊച്ചി കൊള്ളാം. 100 രൂപയാകും. ആ, എട്. ആ, പിടി. പോലീസ്. ഈ കള്ളന്മാര് മാന്യമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല. 2222 ചോദ്യങ്ങളും അവയ്ക്കുള്ള ചൂട്ട മറുപടികളും. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. പോയിട്ട് വരാം. ചെല്ല് ചെല്ല്. പോവാ സാറേ. പോവാ. അല്ലേലും ഈ പോലീസുകാരിങ്ങനെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതൊരു മേല. ഹലോ സാറേ, എന്താടി? കാശ് തന്നില്ല. കാശോ? എന്തിന്? എന്തിനാ? എന്റെ മടിക്കുത്തഴിച്ചേന്. ഞങ്ങൾ സാറിന് കാശ് തരാറില്ല. അത് പറ്റില്ലല്ലോ സാറേ, എനിക്ക് വാങ്ങിയല്ലേ പറ്റൂ. എന്റെ കുട്ടി പട്ടിണിയാ. അവളുടെ വിശപ്പ് മാറ്റാനാ സാറിന്റെ കൂടെ വന്നേ, അല്ലാതെ പേടിച്ചിട്ടല്ല. ഓഹോ, നീ എന്റെ കാശ് വാങ്ങുന്നൊന്ന് കാണണോടി. ഉള്ളിലിട്ട് അഴിയെണ്ണിക്ക് ഞാൻ. ഓളോ ജീവിക്കാൻ വഴിയില്ലാതെ നിൽക്കുന്ന പെണ്ണിന്റെ മടിക്കുത്തഴിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു. കള്ളപ്പൂ. ഇതുപോലെ ഞാൻ ഒരുപാട് സാറന്മാരെ കണ്ടിട്ടുള്ളതാ. കാശ് തന്നിട്ട് പോ സാറേ, നാണം കെടാതെ. കൂടുതൽ മുരളണ്ട. നിങ്ങളൊക്കെ കൂടി ചാർത്തി തൊന്നൊരു ഓമന പേരുണ്ട് എനിക്ക്, വേശ്യ.
എന്നെ പോലൊരു വേശ്യ കൈവച്ചു എന്നറിഞ്ഞ സാറാകെ നാറും. കൈ എടുക്കണേ. അത് വേണോ? നിക്ക് നിക്ക്. ഇത് വെച്ചോ. നമ്മളോടാ കളി. പോ. തുടർന്നുള്ള യാത്രകൾ അത്ര സുന്ദരമായിരുന്നില്ല. എല്ലാവർക്കും സംഭവിച്ചത് തന്നെ എനിക്കും. എന്നെയും ആർക്കും വേണ്ടാതായി. എൻ്റെ കുട്ടി പട്ടിണിയുമായി. പുസ്തകത്താളുകൾക്കുള്ളിലായാലും എല്ലാം വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന അഗ്നിക്കരികിലാണെങ്കിലും ഇന്നലകളിലെ ഞാൻ ഇന്നത്തെ വെറും ഓർമ്മകൾ മാത്രമാണ്. ആ ഓർമ്മകൾ വാരിക്കൂട്ടുമ്പോൾ മനസ്സ് പതറുന്നു. ഇനി ഈ പുക പോലെ എനിക്ക് പറക്കണം ആകാശത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക്. അവിടെ എൻ്റെ സഖാവുണ്ടാവും.